ആരുമില്ലല്ലേ? ഒരു മനുഷ്യല്ലോ. ഒരു പണി ചെയ്താലോ, നമുക്ക് ട്രിപ്പ് പോയാലോ? എടാച്ചാ ബാക്കിയുള്ളവന്മാരെ വിളിച്ചു നോക്കാം. മോനിഷ്ടം വിളിച്ചു നോക്കിയാലോ? ഞാൻ റെഡിയാണ്, ഞാൻ ഫൈൻ. ഇപ്പൊ തന്നെ പോയാലോ? എന്നൊരു പണി, നീ ഒരു പണി ഷാനാസിനെ വിളിക്കും. എല്ലാവരും വിളിച്ചു നോക്ക്, വരാമെന്ന് അറിയില്ല. സ്ഥലം വരെയും പോവാന്ന് പറഞ്ഞാൽ മതി, ട്രിപ്പ് പോണെന്ന് പറയണ്ട. ഒരു സ്ഥലം വരെ പോയാലോ? ഇങ്ങനെ റെഡിയാണോ? റെഡി ആയിക്കോ തന്നെ. ബിനീഷിനെ വിളിച്ചു നോക്ക്. ബിനീഷ് ചിലപ്പോ ഫ്രീ ആയിരിക്കും, ഒന്ന് വിളിച്ചു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛനോട് വിളിക്കാം. വിളിച്ചു നോക്ക്, വരേണ്ടതാണ്. റെഡി ആയിക്കാൻ പറ പെട്ടെന്ന്. പോയാലോ? വെറുതെ ഒന്ന് റെഡിയാവാൻ പറ. റെഡിയാവും. സ്ഥലം വരെ പോയിട്ട് വരാം. നീ വാടോ. റെഡിയാക്ക്. സെറ്റ് ദേവന്. അപ്പൊ നമ്മ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണേട്ടാ. ഒന്നുമില്ല, അവിടെ പോണാണ്. പ്ലാൻ ചെയ്യാൻ പണി ചെയ്യാം. ധനുഷ്കോടി വരെ. ധനുഷ്കോടി കുറച്ച് ലോങ്ങാണ്. അത്രയും ലോങ് പോണം. നമ്മളിതാ പോവാൻ വേണ്ടി പോണേട്ടാ. റെഡി, വാ സ്റ്റാർട്ട്. പോണാന്ന് മനസ്സിലായി നിങ്ങക്ക്? എങ്ങോട്ടാ അമ്മ പോവാ? ധനുഷ്കോടിയിലോട്ടാണ് പോണ. പോയാലോ? അടുത്ത വീട്ടിൽ വരാന്ന് കുഴപ്പമില്ല. പിന്നെ പണിയൊന്നും നോക്കരുത്, പൊളിച്ചിട്ട് വരാം. രസോല കാണാൻ അടിപൊളി കേട്ടാ. അല്ലേ ഷാസെ? ഞാനും പറയാം. നോക്കി ഇപ്പുറം കാണിച്ചെടുത്ത പൈസ നല്ല അടിപൊളിയാണ്. വാവുമായിട്ടുണ്ട്. സാധനം കിട്ടും. ഒപ്പക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മള്. ഇതുവരെ നമ്മളെ ചെലവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെ 250 പ്ലസ് ചായ. വണ്ടി ഫുഡ് കഴിച്ചു, നമ്മ ഫുഡ് കഴിച്ചിട്ടില്ല. ധനുഷ്കോടിന്റെ ഒരു എൻട്രൻസിലോട്ട് രണ്ട് സൈഡും ബീച്ചാണ്. കടൽ ബീച്ചല്ല, കടൽ. പാലത്തിന്റെ പിൻബലം. പാലത്തിന്റെ എൻട്രൻസ് ആണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത്. ധനുഷ്കോടിയിലോട്ട് നമ്മ കേറാൻ വേണ്ടി പോവുകയാണ് അല്ലെ? അതെ. അപ്പൊ ഇതാണ് ധനുഷ്കോടിയിലോട്ടുള്ള ഫസ്റ്റ് എൻട്രൻസ്. ധനുഷ്കോടി എത്താറായി. ഇതാണ് ധനുഷ്കോടിയുടെ അവസാനത്തെ വ്യൂ പോയിന്റ്.
ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാല് ഒന്നും പറയാനില്ല, വരണം. എന്താണ് എല്ലാരും നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തല്ല. ബഡ്ജറ്റ് അധികമില്ല കേട്ടോ. ആ ഒരു ഡീസലാശ ഉണ്ടെങ്കിൽ ഇവിടെ വരാം. പിന്നെ നോക്കണ്ട കട്ടൻ ചായ നല്ലൊരു പ്ലേസ് ആണ്. അതെ. ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. പണ്ട് ഇവിടെ റെയിൽവേ ട്രെയിനൊക്കെ സർവീസ് ഉണ്ടാവുന്നതാണ്. അതിന്റെ പാളോളി കാണുന്നു കേട്ടാ. മണ്ണൊന്ന് മൂടിപ്പോയി. പുതിയതായിട്ട് പണിയണം. അപ്പൊ ഇത് വരുമ്പോ കാണേണ്ട സ്ഥലം തന്നെ ഉണ്ടാ. തൊട്ടടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തൊരു പഴയൊരു ചർച്ച് ഉണ്ട്. അതും കണ്ട ഞാൻ ഇതേപോലെ വെള്ളം കയറി നശിഞ്ഞിരിക്കണാണ് ഈ സ്ഥലമൊക്കെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പിന്നെ അതുമെല്ലാം സങ്കടമുണ്ട്. അല്ല ഇതൊക്കെ പൊളിഞ്ഞല്ലോ. കൂടി പോയി അടുത്ത നമ്മള് ഇവിടുത്തെ പണ്ട് കാലത്തെ ഒരു ചർച്ച ഉണ്ടായിരുന്നെ. അതും ഇപ്പോ ഇതേപോലെ തന്നെ ആന്റിക് പീസ് ആയിട്ട് ഇരിക്കണാണ്. നമുക്കത് അങ്ങോട്ട് നടക്കാം. അങ്ങനെ നടക്കാം. ചർച്ച കൊണ്ട് ഒരു കോവില്, അത് കോവിലിന്റെ ഇപ്പൊ പണി തുടങ്ങിയതൊന്നുമില്ല. വൈകിട്ടെല്ലാം ഈ കാണുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചർച്ച്. വെള്ളമൊക്കെ കയറി ആകനെ നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോവാം. എൻട്രൻസ് ഇതാണ്. ഇപ്പൊ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. ചർച്ചിലായിട്ട് ഒരു 2 കിണറുണ്ട് കേട്ടോ. നല്ല വെള്ളം തോന്നുന്നത്. സൂപ്പർ നല്ല ക്ലീൻ വെള്ളമാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ക്ലീനാണ്, നല്ല ക്ലീൻ പ്യൂർ വാട്ടർ പോലിരിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ശംഖ് കൊണ്ടുള്ള എന്തെങ്കിലും ഐറ്റം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിനാൽ ധാരാളം ശംഖ് കൊണ്ടുള്ള മാല, വള, പിന്നെ കർട്ടൻ ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതും വളരെ വിലക്കുറവാണ് ഇവിടെ. അപ്പൊ ഞങ്ങളിപ്പോ അടുത്തതായിട്ട് ഇനിയിപ്പോ കയറാൻ പോകുന്നത് ലൈറ്റ് ഹൗസിലോട്ടാണ്. ഇവിടുത്തെ ഫേമസ് ലൈറ്റ് ഹൗസ് ആണ്.
അപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ടാണ് കയറാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിന്റെ അകത്ത് കയറിയിട്ട് ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി. അല്ല ഫീസ് എത്രയാന്ന് വെച്ചാ? ഫീസ് വെറും 10 രൂപ ഫീസ്. അത് ലിഫ്റ്റ് ഉണ്ട്. കാലിന് ഇപ്പൊ അവിടെ പോയി നടന്നും ബുദ്ധിമുട്ടിയായിരിക്കും ലിഫ്റ്റും ഉണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ലിഫ്റ്റിലും പോവാ, ഇല്ലെങ്കിൽ സ്റ്റെയർ ഉണ്ട്, സ്റ്റെയർ കയറി. ലിഫ്റ്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിൽ ലിഫ്റ്റ് ചെയ്താൽ മതി. അതിൽ ലിഫ്റ്റ് ചെയ്ത് കഴിക്കാൻ മതി. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് ലിഫ്റ്റ് ലിഫ്റ്റ് പിടിച്ച് പോവാം. നമുക്ക് ഇനി അതിന്റെ അകത്ത് കയറിയിട്ടൊക്കെ കാണാം. ലൈറ്റ് ഹൗസ് കാണില്ലേ? അത്ര ഇല്ല, 10 രൂപ 10 അടിപൊളി. ഫോട്ടോഗ്രാഫിക്ക് എന്തായാലും വേണമല്ലോ, 20 രൂപ കൊടുത്ത്. ഒരു മണിക്ക് ഞങ്ങളിപ്പോ ലിഫ്റ്റിന്റെ അകത്ത് കയറിയിരിക്കാനുണ്ട്. ലൈറ്റ് ഹൗസ് ഏറ്റവും ടോപ്പിലോട്ട്. ടിക്ടോക്ക് അല്ല, പെട്ടെന്ന് തോന്നണല്ലേ? ടിക്ടോക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലിഫ്റ്റ് അവിടെ ആ ചേച്ചി നെക്കി. ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുന്നത് സ്പീഡാണ്. ഇതാണ്. പോലും ഇല്ല, സ്പീഡിലാണ്. പച്ച ബോക്സുള്ളു, അത് നമ്മളെ പച്ച ബോക്സ്. ഞങ്ങളുടെ വണ്ടിയാണ് ഇരിക്കുന്നത്. വെരി അമേസിംഗ് വ്യൂ ആണ് ഇത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ധനുഷ്കോടിന്റെ ഒരു വ്യൂ ആണ്. ധനുഷ്കോടിയിൽ വന്നവര് എന്തായാലും ഈ ലൈറ്റ് ഹൗസിൽ എന്തായാലും കയറണം. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് നല്ല അമേസിംഗ് വ്യൂ. എന്തായാലും ഇവിടെ എന്തായാലും വരുന്നവര് എന്തായാലും കയറണം. അടിപൊളിയല്ലേ? ഇതുണ്ടോ, താഴത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നല്ല വ്യൂ ആണ്. ലൈറ്റ് ഹൗസിലോട്ട് കയറി ഇവിടെ വന്നവരെന്തായാലും കയറണല്ലേ? തീർച്ചയായും ഇവിടെ എല്ലാ സ്ഥലവും കാണാൻ ഭംഗിയാണ്. ഒരു സ്ഥലം ഭംഗിയില്ലാന്ന് പറയുമ്പോൾ എല്ലാരും സ്പെക്ക് തൊപ്പി രൂപ നല്ലതായിരിക്കും. ഇപ്പൊ നല്ല വെയിലായി തുടങ്ങിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അപ്പൊ ഇനിയിപ്പോ ധനുഷ്കോടി നമ്മ വിടണയാണ്. ഇനിയിപ്പോ എങ്ങോട്ടാണ്? അങ്ങോട്ട് പോവാടാ നമുക്ക്. അപ്പൊ എന്തായാലും ഇപ്പൊ 1 മണിയായില്ലേ? നമുക്ക് ഇനിയിപ്പോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നമുക്ക്, അല്ലെ? അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ല ശ്വാസേ, നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തീരുമാനിക്കാം, അല്ലെ? ആൽക്കഹോളിന്റെ വേണ്ട ഛർദിക്കാൻ വരും. ഇനിയിപ്പൊ ധനുഷ്കോടി വന്നിട്ട് ഇവിടെ മണ്ണെടുത്തില്ലെന്ന് വേണ്ട, ഒരു മണ്ണെടുക്കാൻ വേണ്ടി പോണേ കുറച്ച് ധനുഷ്കോടി. മണ്ണിൽ കുറച്ച് പ്രത്യേകത, കുറച്ച് ഇതെനിക്കെന്തിനാ കുടിക്കാനാ? കുടിക്കാനല്ല, ഇതിനെ പെയിന്റ് അടിച്ചിട്ട് ധനുഷ്കോടി. അതിന് വേണ്ടിട്ടാണ് അല്ലേ? ഇനി എങ്ങനെ മൂടും? മുടിയില്ല, പുതിയ ഉപ്പിയാണ് പാൻസാണ്. മറ്റേ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മ ഇവിടുന്ന് പോണല്ലേ? അപ്പൊ ഇനി നമുക്ക് ഫുഡ്
ഫുഡ് കഴിച്ചിട്ട് ഇനി തീരുമാനിച്ചാ പോരെ. നെറ്റ്വർക്ക് ഇല്ല. അതെ, ഇവിടെ നെറ്റ്വർക്ക് ഷോക്ക് ഒരുക്കൂട്ടാ. ഇവിടെ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക, നെറ്റ്വർക്ക് ഷോക്കാണ്. പിന്നെ ഒരു കടയിലും ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാരും പൈസ കൈ കരുതേണ്ടി വരും ഫുഡ് കഴിക്കാനും മറ്റും കേട്ടോ. ഒരു ഫോട്ടോ എടുത്താലോ? അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോണേണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാ. ഓക്കെ, പായലെ വിടാ, പൂപ്പലെ വിടാ, ധനുഷ്കോടി വിടാ. ഓക്കെ. അതെല്ലാരും ചിരിക്കടാ, ഒന്ന് ചിരിച്ചോ, ചിരിച്ചേ. ചിരിക്കടാ ചിരിക്കടാ ചിരിക്കടാ. പോവാന്നാ പോവാന്നാ. റിട്ടേൺ വരാൻ നേരത്ത് ഒരു സ്ഥലം ഇങ്ങനെ കണ്ടായിരുന്നു, ഒരു പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടി. അപ്പൊ എന്താണെന്ന് അറിയില്ല, ഒന്ന് ജസ്റ്റ് ചെന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് ടാസ്ക് പോലെ എടുത്തിരിക്കുകയാണ്. നോക്കാം നമുക്ക് എന്താ കൊള്ളാം. ഓ, ഇവിടെ നല്ല ഈ ചെടിയിലൊക്കെ നടക്കുന്നുണ്ട്. വഴി എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിനാണോ നിങ്ങൾക്ക് വന്നിട്ട് ഹെവി 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 അടിപൊളി ആടി കളിക്കാൻ വേണ്ടി സ്ഥലം. ഇവിടെ കയറിയപ്പോ കണ്ട കാഴ്ച ഇതാണ്. ഒരു പൈൻ ഫോറസ്റ്റ് ആയിരുന്നു ഇത് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇവിടെ വന്ന് ഇരുന്നപ്പോ നല്ല രസമുണ്ട് അല്ലെ. ഇവിടെ നല്ല കാറ്റും അടിപൊളി ക്ലൈമറ്റ്. ഇവിടെ ഇരുന്നാ പിന്നെ പോവാൻ തോന്നൂല. പക്ഷെ പോവാ തീരുമാനിച്ചോണ്ടിരിക്കണാണ്, പോണാ വേണ്ടെന്നുള്ളത് തീരുമാനിച്ചോണ്ടിരിക്കണാണ്. പോകാം, പോയാൽ വേറെ സ്ഥലങ്ങൾ പക്ഷെ പോവണ്ട, ഇവിടെ നല്ല രസമില്ലേ, മൂടല്ലേ, വൈബ് അറ്റൻഡ് ചെയ്യ ഇവിടെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ പറയാനാണ് അല്ലേ. ഓ, അന്ന് പോട്ടെ എന്നാ വിട്ടോ. എന്താണ്ടത്, എന്താണത്? എന്റെ പൊന്നോ, മയിൽപ്പീലിയ. മയിൽപ്പീലി കാവടിയാട്ടം കണ്ട കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാല് മയിൽപ്പീലി അല്ല, മയിലിനെ കാണാൻ പറ്റുമെന്ന് തോന്നണ്. ഡയറക്റ്റ് പരിചയ മയിൽപ്പീലി അല്ല, ഒറിജിനൽ സാധനം. മയിൽപ്പീലി ചീത്തായി കുറെ ദിവസം കിടന്നാണോ. ഹലോ, പോവാ അപ്പാ, ഇവിടുന്ന് പോണല്ലേ. ഞാനൊന്ന് ആ മരത്തിന് എനിക്ക് ആടാനുണ്ട്. നാട് പൊട്ടനാടുന്നു, പൊട്ടനാടുന്നു. പോളി 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 പോളി, ഞാനാട്ടി തരാം. അടിപൊളിയല്ലേ, പൈസല്ലേ? പൊളിസാലോ പൊളി ഐറ്റോ. ചിരിയോക്ക് ഷിജാസിന് സന്തോഷാണ് എന്റെ മനസ്സ്. ഷിജാസി സന്തോഷാ മതി, ഒന്നും വേണ്ട. ഒന്നുമില്ല, ചന്തം കണ്ടട്ടെ. പൊക്കിട്ടോ നൈസായിട്ട്. കള്ളൻ കള്ളൻ കള്ളൻ. ആടിനെ പിടിക്കാൻ എപ്പത്തൂന്നാ ഒരു 10 മണിക്കുള്ളില് ട്രിവാൻഡ്രം എത്തുന്നാ തോന്നുന്നത്. അത് പ്ലാൻ എന്താണ് ട്രിവാൻഡ്രം എത്തണം, കിടന്നുറങ്ങാം. ഫുഡില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഭീമാപ്പള്ളി പോകുന്നത് നൈറ്റ് ലൈഫ് നമുക്ക് എൻജോയ് ചെയ്താലോ. പിന്നെ അങ്ങോട്ട് പോകാം, നൈറ്റ് ലൈഫിലോട്ട് പോകാം. അവിടെ തൂങ്ങലാണ്.